ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വെള്ളച്ചാട്ടം അതിൻ്റെ പരിപാടിയിലാണ്. ഇത് സ്കൂളിൽ ചെയ്ത വർക്ക് തന്നെയാണ്. നമ്മളെ താന്നൂർ ഷോപ്പറമ്പ് സ്കൂളിൽ ചെയ്ത ഇതേപോലൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തതെന്നാണ് നമ്മളെ വിശ്വാസം. പിന്നെ അത് കളറിങ് ഒക്കെ ചെയ്തിട്ടില്ല, കളറിങ് ചെയ്യാത്ത വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് മുന്നേ ചെയ്ത വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഈ കാണുന്നതാണ് ഈ നമുക്ക് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ഒരു കുഴി വീഴ്ചു, അതായത് നമ്മളെ കുളത്തിൻ്റെ ആകൃതി നമ്മൾ സെറ്റ് ചെയ്ത്, അതായത് ഈ ഷേപ്പിലാണ് നമ്മൾ കുളത്തിൻ്റെ ആകൃതി സെറ്റ് ചെയ്ത്. പടവ് പടക്കണമെന്ന് നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല. സാധാരണ പടവ് ചെയ്യണ മാതിരി തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് കല്ല് വെച്ച് പടുത്ത് സെറ്റാക്കിയത്. അത് പിന്നെ എല്ലാവരും ചെയ്യണ ഇതായതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും ഒരു ഒരുവിധപ്പെട്ട പണികളൊക്കെ എടുത്തിട്ട് നമ്മൾ കരിങ്കല്ലല്ല നമ്മളത് കെട്ടിണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ കരിങ്കല്ല് നമ്മളെ ഐഡിയക്ക് ഷേപ്പിനെ വെക്കുകയാണ്. വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു മരക്കുറ്റി നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതാണ്. അപ്പോൾ മരക്കുറ്റി ആ സൈഡിലൊരു മരക്കുറ്റി, അതിൽ നിന്ന് വെള്ളം ചാടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ തന്നെ അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് റൗണ്ടാക്കിയിട്ട് നമ്മളൊരു മരത്തിൻ്റെ ഷേപ്പിലോട്ടാക്കും. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ മേലെ ഒരു മരം നിൽക്കുന്ന രീതിയിലുള്ള വേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സിമെൻറ്റ് സ്ട്രോങ്ങാണ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം സ്ട്രോങ് അല്ല കഴിഞ്ഞാൽ പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്ട്രോങ് തന്നെ ഈ പരിപാടി ചെയ്യുള്ളൂ. അങ്ങനെ അത് ചെയ്യണേ. ഇനിയിപ്പോൾ അത് പോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, ഒരുപാട് പണികളായി ബാക്കിയുണ്ട്. നമ്മൾ ഈ സംഭവം ഓരോന്ന് ചെയ്തിട്ടാണ് മറ്റുള്ള പണികൾ ഫിനിഷ് ആക്കുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ആ മരത്തിൻ്റെ പണികൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് റൗണ്ട് കറക്റ്റാക്കി ബാക്കിയുള്ള കല്ലുകൾ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഈ സൈഡിൽ നമുക്കൊരു മരക്കുറ്റി ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മൾ എന്താ വെച്ചാൽ ഫുള്ള് കഴിഞ്ഞ വീഡിയോ അല്ലാതെ, അതുകൊണ്ടാണ് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഈ പണികൾ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാണ്ട്, അപ്പോൾ ഫുള്ളും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ എടുത്തിട്ട് സെറ്റാക്കും. അപ്പോൾ ഏകദേശം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാക്കിയതാണ്. പിറ്റേസാണ് നമ്മളിത് വേരും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേരും കാര്യങ്ങൾ ഉണ്ടാക്കണം നമ്മൾ കാണിച്ചിട്ടില്ല. അങ്ങനെ മലയുടെ മുകളിൽ ഒരു മരം നിൽക്കണം, വെട്ടി മുറിച്ച മരത്തിൻ്റെ ഷേപ്പിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അടി തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിയിൽ നമ്മൾ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയും കൂടി തേക്കാണ്ട്. ഇപ്പോൾ ചുമര എല്ലാം തേച്ച് സൈഡ് കട്ടകളൊക്കെ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒരു കുഴി കുത്തുന്നത് എന്താ വെച്ചാൽ മോട്ടർ ഇറക്കി വെക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ സൈഡും തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയൊന്ന് തേച്ച് ഗ്രൗട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അതാണ് ഇനിയുള്ളത്. അപ്പോൾ അതിനിടയിൽ എല്ലാ പണികളും നമ്മൾ നടത്തുന്നുണ്ട്. അതാണ് വീഡിയോക്ക് ചില സാങ്കേതിക താറുകളുള്ളത്. അപ്പോൾ ഏകദേശം ഈ മരത്തിൻ്റെ കൊമ്പ് ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് അതിന് ചെറിയ അടയാളങ്ങളൊക്കെ വെക്കാണ്ട് മരത്തിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടി പരത്തി തുടങ്ങി. പരത്തണം നമ്മൾ വീഡിയോ എടുത്തിട്ട്. കാരണം അതൊക്കെ നമ്മൾ സാധാരണ തേപ്പേർക്ക് സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയത്തിൽപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് അതൊക്കെ തേച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഏകദേശം വെള്ളം നിർത്തി. കാരണം നനച്ചു കൊടുക്കണം, നമ്മൾ ഉണ്ടാക്കിയ സംഭവമല്ലേ. അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ അത്ര ഉറപ്പാവും. അങ്ങനെ ഏകദേശം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ഇനി 3-ാമത്തെ ദിവസം എന്താണ് നമ്മൾ 3-ാമത്തെ ദിവസമല്ല, പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റുള്ള പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മേലിൽ നിന്ന് ചട്ടിയിൽ നിന്ന് വെള്ളം ഫുള്ളായിട്ട് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ. അപ്പോൾ അവിടെ എല്ലാം തട്ടിത്തെറിച്ചെല്ല കല്ലുമ്മിലാവും, കല്ലൊക്കെ നനയും. അതിന് സെറ്റപ്പിലാണ് ഇപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധപ്പെട്ട പണികളൊക്കെ നമ്മളത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് നമ്മൾ ചൂലിട്ട് ആ വീണ സിമെൻറ്റുകളൊക്കെ തുടച്ചെടുക്കുകയാണ്. കാരണം ഞാൻ അവിടെ വെച്ചാൽ അത് സെറ്റായിക്കാണ്ട് പിന്നെ അത് അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 മുളക്കുറ്റികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചുമരിൽ 2-3 ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങേ സൈഡിൽ ആപ്പിൾ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. പിന്നെ ഊഞ്ഞാൽ ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏകദേശം ആകുമ്പോൾ അവൾക്ക് നിൽക്കുക. അങ്ങനെ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ
ഈ കണ്ട പണികളൊക്കെ നമ്മൾ ഈ വണ്ണപ്പുഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം എന്താ ഇനിയിപ്പോൾ കാര്യമായിട്ട് പെട്ട പണികളൊന്നുമില്ല, ഇനി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചൂലായിട്ട് അടിച്ചൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് മോട്ടർ വെക്കണം. മോട്ടർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം, വെള്ളം ചാടിക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത പണി. ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത പണിയാണ്. വെയിലാണ്, അതുകൊണ്ടാണ് ഈ ദാർപ്പായൊക്കെ കെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെപ്പോലുള്ള പണിക്കാരാണ് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കാണിക്കണം എന്ന് വിചാരിച്ച് കൊണ്ടാണ് അവർ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻഡസ്ട്രി പണിക്കാരും നമ്മളെ കൂടെ ഉണ്ട്. അവരും ഇതിനുള്ളിൽ പണി എടുക്കുന്നുണ്ട്. അവരും ഇൻഡസ്ട്രി വർക്കുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ ഓരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസമായപ്പോൾ അവിടെ മരത്തിൻ്റെ മേലെ നിന്ന് ഇല വീണിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ വെള്ളം തന്നെ വെച്ചാണ് നമ്മൾ നനക്കലും പിടിക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളത്തിന് ടാങ്കിൻ്റെ ഒരു ആവശ്യമില്ല, നല്ല കച്ചറ ഈ മരത്തിൻ്റെ മേലെ നിന്നും വീണ്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കേടുവന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ മരം അങ്ങ് മുറിക്കും, കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മുറിക്കുന്നുണ്ട്. അപ്പോൾ മുറിച്ചാലേ അപ്പോൾ ഇനി സംഭവം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വെള്ളം ചാടിക്കണം എന്നുണ്ടെങ്കിൽ മോട്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ മോട്ടർ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിക്കാർ വരുന്ന രാത്രിയാണ്. അപ്പോൾ അവർ രാത്രി വന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അവരൊരു പണി കഴിഞ്ഞിട്ടാണ് വരൽ, പ്ലംബിങ്ങിലാണ്. അപ്പോൾ അവരെ പണി ഫില്ലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഉള്ള പണികൾ പറഞ്ഞാൽ അത് നമ്മൾ മോട്ടർ വെച്ചിട്ട് ടൈമിൽ ബാക്കിയുള്ള പരിപാടി ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇൻഡസ്ട്രി വർക്ക് നമ്മളിതിൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഈ 4 മരത്തുമൊരു വീടാണ്, നമ്മളെ വീഡിയോയിലുണ്ട്, ഇത് കാണിക്കുന്നുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഈ കവാടം ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതവിടെ ഇരിക്കാൻ ഈ മരത്തിന് തടം കെട്ടി, പിന്നെ അതവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെടികൾ വെക്കാനൊരു ഗ്യാപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ രാത്രി നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യാണ്. നമ്മളെ സുഹൃത്താണിത്, മോട്ടർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ബൾബ് വെച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യാം. അവർക്ക് രാവിലെ വേറെ ദൂരെ ഇവിടെ സ്ഥലത്ത് പണി ഉണ്ടായതുകൊണ്ട് അവർ രാത്രി വന്നതാണ്. അവർ രാത്രി വന്നുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നിന്ന് അങ്ങനെ ആ മോട്ടർക്ക് വെച്ച് അവർക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മൾ വെള്ളം ചാടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോലത്തിലാക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ അത്യാവശ്യം ഫോഴ്സിൽ വെള്ളം ചാടുന്നുണ്ട്. നമ്മൾ വിചാരിച്ച എല്ലാ സ്ഥലത്തും കൂടി വെള്ളം വന്ന് വീകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മരത്തിനൊക്കെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട്. ഞാൻ കളർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കളർ ചെയ്യാനുള്ള പരിപാടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ചാടിച്ച് നമ്മൾ വിചാരിച്ച എല്ലാ സ്ഥലത്തും കൂടി വെള്ളം ചാടുന്നുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഇനി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റുകൾ ചെയ്യാണ്ട്, കാരണം വെള്ളം ഗതി ഒന്ന് മാറ്റി തിരുത്താണ്ട്. അപ്പോൾ അത് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഏകദേശം മഴ പെയ്തു, വ്യത്യാസമാണ്. പിന്നീട് അതിൻ്റെ അടിയിൽ നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന നീല കളറാണ് അടിക്കാറുള്ളത്. അതടിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഇതിന് നല്ല മഴ ആയി. പിന്നെ മൂടിയിട്ടിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. കാരണം എന്താ വെച്ചാൽ വെള്ളം ആ സൈഡിൽ നിന്ന് എല്ലായിടത്തും വരുന്നതുകൊണ്ട് അത്രയും വലിയ ദാർപ്പായി വേണം. അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ